ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 66 ശ്ലോകം 1, 2, 3. ഉപായാതാനാം സുദൃശാം കുസുമായുധബാണപാദവിവശാനാം അഭിവാഞ്ചിതം വിധാതും കൃതമതിരപിതാ ജഗാധവാമമിവ ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ജഗിത കുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മ തു നോ നിർമ്മലസ്യ വിശ്വാസ്യം ആകർണ്യതേ പ്രദീപാം വാണീമേണീദൃശസ്പരം ദീനാഃ മാമാ കരുണാസിന്ധോ പരിത്യജേത്യതിചിരം വിലേപുസ്താഃ. ഉപായാതാനാം സുദൃശാം കുസുമായുധബാണപാദവിവശാനാം അഭിവാഞ്ചിതം വിധാതും കൃതമതിഃ അപി താഃ ജഗാധ വാമം ഇവ ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ജഗിത കുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മ തു നോ നിർമ്മലസ്യ വിശ്വാസ്യം ആകർണ്യ തേ പ്രദീപാം വാണീം ഏണീദൃശഃ പരം ദീനാഃ മാ കരുണാസിന്ധോ പരിത്യജ ഇതി അചിരം വിലേപുഹൂതാഃ. പദങ്ങൾ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. 66ാമത് ശ്ലോകത്തിൽ ഗോപികളോട് ആഹ്ലാദമാക്കുന്ന അധ്യായം ദശകം. ആദ്യത്തെ ശ്ലോകത്തിൽ എന്നാ ഹൃദയ കുസുമായുധ ബാണപാദ വിവശാനാം ഉപയാതാനാം സുദൃശാം അഭിവാഞ്ചിതം വിധാതും കൃതമതിഃ അപി. ഗോപികൾ എത്ര വയസ്സാന ഗോപികൾ? ചിന്ന കുഴന്തകളാന ഗോപികളിലേന്ത് അങ്ങേറ്റം വയസ്സാന 80 വയസ്സാന പാട്ടി വരയ്ക്കുമാന എല്ലാ ഗോപികളും നിറ മഹാരാസത്തിക്ക്. കൃഷ്ണനാന 10 വയസ്സാന കൃഷ്ണർ. അപ്പോൾ കൃഷ്ണരിക്ക് മുരളി ഊതറാർ എല്ലാവരും വந்தாയാച്ച് വന്ന് കുസുമായുധബാണ പാദ വിവശാനാം എല്ലാവർക്കും കാമബാണമേത്ത് പരവശമായിരിക്കാളാം. കൃഷ്ണനെ കട്ടിക്കണം அப்படின்னு ആശയായിരിക്കാളാം എല്ലാവരും. அப்படி உபாயாதானாம் சுதிருஷாம் ഭഗവാനോട് കിട്ടക്ക വന്ന സുന്ദരികളെല്ലാം സുന്ദരിയാന ഗോപികമാരെല്ലാം അഭിവാഞ്ചിതം വിധാതും കൃതമതിഃ അവൾക്ക് അവ എന്നാവശ്യപ്പെട്ട ഭഗവാൻ പതിയാ വരണം அப்படிங்கிற ஆசையோட அம்பாளை பூஜை பண்ணினா அப்படியுள்ள அவளோட ஆசையை பூர்த்தி பண்ணணும் அப்படின்னு பகவான் தீர்மானமாயாச்சு. ஆனா கூடி ത്വം താഹ വാമം ഇവ ജഗാധ അവളുടെ ഇപ്പടിയെല്ലാം നിങ്ങൾ വരപ്പെടാതെങ്കിற மாதிரி ഒരു ഉപദേശം ആരംഭിച്ചാരാ. അതൊക്കെ അടുത്ത ശ്ലോകത്തിലെ ചൊല്ലുക. അവൾക്ക് ഇപ്പടിയെല്ലാം ചെയ്യണം നനച്ചാൽ കൂടി എപ്പടിയൊന്നും ചെയ്യ പോറതില്ലേങ്കിற மாதிரி ആരംഭിച്ചു വിട്ടാൽ അത് എന്നത്തിനാലെന്നാ இந்த മഹാരാസം പാക്കറത്തുക്ക് സകലമാന ഋഷികളും ദേവന്മാരും എല്ലാരും കൂടെ നിന്ന് പാത്തുന്നിരിക്കാളാം ഇങ്ങ എന്നെ നടക്ക പോറതെന്ന്. അപ്പോ ഒരു കുലവധു ഒരു കുലസ്ത്രീ എപ്പടി ധർമ്മം ഇരിക്കണങ്കറ ധർമ്മത്തെ പ്രചാരം പണ്ണ ധർമ്മ പ്രമാണത്തെ വെച്ചിത്താൻ എല്ലാരും നടക്കണങ്കറത്തുക്കാ വേണ്ടി ഭഗവാനിരിക്കെ ധർമ്മം ചൊല്ലറ എന്നത് ഗഗനഗതം മുനി നിവഹം ശ്രാവയിതും ആകാശത്തിലെ
காத்திருக்கப்பட்ட அந்த மகர்ஷிமார் எல்லாரும் கேட்கறதுக்கா வேண்டி குலவധൂ தர்மம் ஜகிதா. குலவധുക്കള് எப்படி இருக்கணும், அவளோட தர்மம் என்னது அதை சொல்லி கொடுக்கிறார். தே വചനം ധർമ്മ്യങ്കലു. ഭഗവാൻ ചൊല്ലപ്പെട്ട വാർത്തകളൊന്നും ധർമ്മത്തെ തെറ്റാത്ത വാർത്തകളാക്കും. ആന നിർമ്മലസ്യ കർമ്മതുനോ വിശ്വാസ്യം. ഭഗവാൻ എന്നെ പണ്ണറാരും കറുത്ത ആരും അനുകരിക്കപ്പെടാതെ ഭഗവാൻ ചൊല്ലപ്പെട്ട വാർത്തകൾ. ഭഗവത്ഗീത എടുത്തയച്ചാൽ അന്ത ശ്ലോകങ്ങളിലെ പൂര അർജുനനക്ക് എന്നെ ചെയ്യണം, എന്നത് ശരി, എന്നത് തപ്പ്, ഇതിപ്പിടിയാക്കും ഇതിപ്പിടിയാക്കും എന്ന് ചൊല്ലിയിട്ട് കടശീല എന്നെ ചൊല്ലാൻ യഥേച്ഛസി തഥാ കുരു. നിനക്ക് എന്നെ വേണമോ, ഞാൻ ചൊല്ല വേണ്ടിയെല്ലാം ചൊല്ലിയാച്ചാൽ നീ എന്നെ വേണമെന്ന് ചെയ്തുക്കോ, എന്നോട് യുക്തിയെ വെച്ച്. അതേമാതിരി ഇങ്ങ ഭഗവാൻ ചെയ്യപ്പെട്ട കർമ്മങ്ങളൊന്നും എന്നല്ല അനുകരണം പണ്ണക്കൂടിനതല്ല. കാരണം ഭഗവാനമാരി ആർക്കും ഇരിക്ക മുടിയാതെ. അന്ന ഗോവർദ്ധനത്തെ തൂക്ക മുടിയുമാ, ആരാവതാല அந்த காளியன் மேலே ஏறி நடனமாட முடியுமா? ஒவ்வொரு காரியங்களும் இதே மாதிரி. திருநாவர்த்தன் வந்து மேலே காத்தா தூக்கிந்து அந்த திருநாவர்த்தனுக்கு ഒന്ന് കിഴ പോട്ടാൻ, ശകടാസുരനെ തൂളാക്കി പോട്ടാൻ. പെരിയ വണ്ടിയാ വന്ന് കാലോട് ചിന്ന കുഴந்தை 3 മാസமான കുഴந்தைയോട് കാൽപാദം പട്ട് ഒരു പെരിയ വണ്ടി இந்த மாதிரி പീസ് ആകണമാന അത് പണ്ണ മുടിയുമാ? അപ്പോൾ அதனால ഭഗവാൻ ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ അനുകരണം പണ്ണപ്പെടാതെ ആന അതൊക്കെ ഇങ്ങനെ കൃത്യമായി ചൊല്ലിരിക്കുക. തേ പ്രദീപാം വാണിയും ആകർണ്യ. ഭഗവാൻ ഇരിക്കെ നിങ്ങളെല്ലാവരും ഒരു കാര്യം പണ്ടുമ്പോൾ നിങ്ങൾ ഇപ്പിടിയെല്ലാം വരപ്പെടാതെ. കുലവധുക്കളെല്ലാം ആത്തിലിരിക്ക വേണ്ടവളക്കും ആത്തില് പതിശുശ്രൂഷ പണ്ണം, പിതൃശുശ്രൂഷ പണ്ണം, മാതൃശുശ്രൂഷ പണ്ണം, കുഴന്തകളെ പാത്തുക്കണം. ഇതെല്ലാം ആക്കും കുലവധുക്കളോട് ധർമ്മം അപ്പടിന്നെല്ലാം. എന്നാലും എല്ലാവരും തിരുമ്പി പോങ്കോന്നെല്ലാം ചെന്നാൽ തേ പ്രദീപാം വാണിയും ആകർണ്യ. എപ്പിടി ഭഗവാൻ ഇത് മുരളി ഊതി എല്ലാരെയും വരവഴിച്ചു വെച്ച് ഇപ്പൊ തിരുപ്പിപ്പോ ചൊല്ലാരെ. പരം ദീനാഹ താഹ എണീദൃശഹ. அந்த സുന്ദരിമാരാന ഗോപികമാർക്കെല്ലാം അപ്പടി ഒരു ദുഃഖമെടുത്ത இப்படி ചൊല്ലാത്ത കേട്ട്, ഹേ കരുണാസിന്ധോ, ദയയില്ല உங்களுக்கு, നിങ്ങൾ ദയയോട് ദയാ സമുദ്രമല്ലുവാ. മാമാ പരിത്യജ, നിങ്ങളിപ്പിടി തള്ളി കളയാതെങ്കോ, നിങ്ങളെ വേണ്ടാൻ വെക്കാതെങ്കോ. ഇതി അതിചിരം വിലേപുഹു. അന്ത ഗോപികളെല്ലാരും അപ്പടി അഴറാളാം. ഇപ്പോൾ ഭഗവാൻ എപ്പോൾ കടയ്ക്കുന്നനാ അന്ത പരിപൂർണ ഭക്തിയോടെ നമ്മൾ ഉള്ളു ചുട്ട് വിളിച്ചാൽ അവിടെ എത്തും കണ്ണൻ ചൊല്ലറ മാതിരി. അന്ത അളവക്ക് ഭക്തിയോടെ നമ്മൾ പോരാത്താൻ ഭഗവാനെ കടയ്ക്കും. ഇത് ഈസിയാ കടച്ചിടുമേ അപ്പടി നനച്ചത് പോനോമോ കടയ്ക്കവേ കടയ്ക്കാതെ. എന്നെ വെണ്ണിനാലും കൃഷ്ണകന്ത ദർശനം കൊടുക്കാൻ മാട്ടാർ. അതുമാതിരി ഇങ്ങ முதல்ல குலவധூ தர்மம் எல்லாம் சொல்லி கொடுக்குறார். ஹரே கிருஷ்ணா.